AUPS സംരംഭത്തിൻ്റെ 120ാം വാർഷിക ആഘോഷവും 3.5 പതിറ്റാണ്ട് കാലം ഹിന്ദി ഭാഷാ അധ്യാപകനായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ റിട്ടയർമെൻറ്റ് പരിപാടിയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തരൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ P.P. സുമോൻ, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സതീഷ്, ചടങ്ങിൽ സംബന്ധിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അതിലെല്ലാം ഉപരി വളരെ ആവേശപൂർവം തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന പിഞ്ചുകുട്ടികൾ, പ്രിയമുള്ളവരെ, എൻ്റെ ചുമതല റിട്ടയർ ചെയ്ത ശ്രീ കൃഷ്ണൻകുട്ടി മാഷെ ആദരിക്കുക എന്നതാണ്. കേരള സർവീസ് റൂൾ അനുസരിച്ച് 56 വയസ്സ് പൂർത്തിയായാൽ സർവീസിൽ നിന്ന് വിരമിക്കണമെന്നത് നിയമമാണ്. ഞാൻ എല്ലാ അധ്യാപകരുടെ വിരമിക്കൽ ചടങ്ങിലും സൂചിപ്പിക്കുന്നത് പോലെ വിരമിച്ച ശേഷവും നമുക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന ഒരു ജോലിയിൽ നിന്നാണ് വിരമിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കൃഷ്ണൻകുട്ടി മാഷക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇപ്പോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളൊക്കെ തന്നെ സാമൂഹിക ജീവിതത്തിൽ എത്ര ഉയർന്ന പദവികൾ വഹിച്ചാലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് അവരെപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പം എനിക്ക് മുമ്പിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കരീം മാഷും അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യ മാഷ് ഇരിപ്പുണ്ട്. അവരെല്ലാം ഇപ്പോഴും കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ ബഹുമാനത്തോടു കൂടി ആണ് അവരെ നമ്മൾ നോക്കിക്കാണുക. അതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപന ജീവിതത്തിൽ ലഭിക്കുന്നൊരു സന്തോഷം. 3.5 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ധാരാളം ശിക്ഷസമ്പത്തുകളെ മാഷക്ക്, കൃഷ്ണൻകുട്ടി മാഷക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. അവരെല്ലാവരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും സ്നേഹവും പരിലാളനയും മാഷക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. പ്രീ പ്രൈമറി മുതൽ തൊട്ട് SSLC വരെ 100%, 1% പോലും കൊഴിഞ്ഞുപോക്കില്ലാത്ത സർക്കാർ സംവിധാനങ്ങളുടെ ഏറ്റവും പരിരക്ഷ ലഭിക്കുന്ന, സമൂഹത്തിൻ്റെ ഏറ്റവും പിന്തുണ ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തിലേത്. അതുകൊണ്ട് തന്നെയാണ് നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം കേരളം വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായിട്ട് 1ാം സ്ഥാനം ലഭിക്കുന്നത്. നമുക്കറിയാം, കോട്ടായിനെ സംബന്ധിച്ച് കലാരംഗത്ത്
കായിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക രംഗത്തൊക്കെ തന്നെ മറ്റ് പരിസരത്തെ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കോട്ടായി. ഇപ്പോൾ ഇവിടെ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പല സർക്കാർ ഉദ്യോഗസ്ഥരും റിട്ടയർമെന്റിന് ശേഷം തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ ഈ കോട്ടായിൽ സ്ഥിരതാമസമാക്കുന്ന ആളുകളാണ് 99%. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. 120 വർഷക്കാലം ഈ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കോട്ടായി പഞ്ചായത്തിൻ്റെ, കോട്ടായി പ്രദേശത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ എല്ലാം പ്രത്യേകത. തീർച്ചയായിട്ടും മുമ്പുള്ള അധ്യാപകർ അവരുടെ വിഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരെങ്ങനെയാണോ തങ്ങളുടെ വിദ്യാർത്ഥികളെ സ്നേഹിച്ചത്, പഠിപ്പിച്ചത്, ആ രൂപത്തിൽ പുതിയ തലമുറ അധ്യാപകരും അവരുടെ രീതി പിന്തുടർന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ, ഈ പഞ്ചായത്തിൻ്റെയും പരിസര പഞ്ചായത്തുകളിലെയും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ നമുക്ക് വീണ്ടും പ്രയത്നിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്ന കൃഷ്ണൻകുട്ടി മാഷക്ക് സാങ്കേതികമായി 56 വയസ്സാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം ഏറെ സന്തോഷകരമാകാനും ഏറെ സമാധാനകരമാകാനും നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന് ശിഷ്ടജീവിതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.